الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. نحمد الله سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على نبيك محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعاذني الله وإياكم من النار. ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له. عباد الله أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا وطهر بيتي للطائفين والقائمين والركع السجود. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, അഖില പ്രപഞ്ചങ്ങളുടെയും നാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ചു ജീവിക്കുന്നതിലൂടെ മാത്രമാണ്, അള്ളാഹുവിനായി ജീവിതം സമർപ്പിക്കുന്നതിലൂടെയാണ് നമുക്ക് നമ്മുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും സൗഭാഗ്യങ്ങളും ഒക്കെ നേടിയെടുക്കാൻ കഴിയുക എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി അള്ളാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും
നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളെ മുൻനിർത്തി കാരുണ്യവാനായ നാഥനോട് നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അല്ലാഹു കബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിലെ ഏറ്റവും പുണ്യകരമായ ദിനങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രീതിയും പൊരുത്തവും അല്ലാഹുവിൽ നിന്നുള്ള വലിയ കാരുണ്യവും പ്രതിഫലങ്ങളുമൊക്കെ കാംക്ഷിച്ച് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ ആരാധനകളടക്കമുള്ള എല്ലാ സൽക്കർമ്മങ്ങളെയും നാഥൻ കബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദുൽഹജ്ജ് മാസത്തിലെ വളരെ സവിശേഷമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടതനുസരിച്ച് ദുൽഹജ്ജ് മാസം 3 നമ്മളുള്ളത്. ദുൽഹജ്ജ് മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിൽ നിന്ന്. അടുത്ത വ്യാഴാഴ്ച, വെള്ളിയാഴ്ചക്ക് മുമ്പ് വ്യാഴാഴ്ച എത്തുമ്പോൾ കേരളത്തിൽ ബലിപെരുന്നാൾ ആഘോഷിക്കപ്പെടുകയാണ്. അതിനു മുമ്പ് അറഫാ ദിനം കടന്നു വരികയാണ്. ആ ദിവസത്തിലെ നോമ്പനുഷ്ഠിക്കാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. അങ്ങനെയുള്ളൊക്കെയുള്ള സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത് സവിശേഷമായി ഹജ്ജിന്റെ സന്ദർഭമാണ്. ഹാജിമാർ ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുന്നതോടുകൂടി നമ്മുടെ നാട്ടിൽ നിന്നടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരാഗ്രഹത്തിന്റെയും അഭിലാഷത്തിന്റെയും പൂർത്തീകരണത്തിന് വേണ്ടി ത്യാഗം സഹിച്ച് ആരോഗ്യവും പണവും ചെലവഴിച്ച് മക്കയിൽ എത്തിച്ചേർന്നതിന് ശേഷം അവർക്ക് നിർവഹിക്കാനുള്ള ഹജ്ജ് കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ദുൽഹജ്ജ് 8 മുതലാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുക. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിനായി പുറപ്പെട്ട ആളുകൾ ഇതിനകം തന്നെ അവിടെ എത്തിച്ചേർന്ന് ഹജ്ജ് യാത്രയുടെ ഭാഗമായി തന്നെയുള്ള ഉംറ നിർവഹിച്ച് ആ ഉംറയുടെ ഇഹ്റാമിൽ നിന്ന് ഒഴിവായി നമ്മളെപ്പോലെ അവിടെ സാധാരണ ജീവിതം നയിക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. ഇനി ദുൽഹജ്ജ് 8 വരുന്നതോടുകൂടി അവർ ഹജ്ജിനായി മക്കയിൽ അവർ താമസിക്കുന്ന ഇടങ്ങളിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കും. ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കും. അങ്ങനെ ഇഹ്റാമിൽ പ്രവേശിച്ച് നേരെ അവർ മിനയിലേക്കാണ് കടന്നു ചെല്ലുക. ഹജ്ജ് കർമ്മങ്ങളുടെ ഇഹ്റാമിന് ശേഷമുള്ള ആദ്യത്തെ ഒരു പോയിന്റ് മിനയാണ്. മിന യഥാർത്ഥത്തിൽ വളരെ വിജനമായ, സാധാരണഗതിയിൽ ആൾപ്പാർപ്പില്ലാത്ത വിജനമായ ഒരു പ്രദേശമാണ്. ഹാജിമാരുടെ വരവോടുകൂടി ആ പ്രദേശമാകെ ജനനിബിഡമാവുകയും ആ പ്രദേശമാകെ അല്ലാഹുവിനുള്ള ദിക്റുകളിലും തൽബിയത്തുകളിലും മറ്റ് ആരാധനകളിലും പ്രാർത്ഥനകളിലും മുഴുകുകയായി. മിനക്ക് ധാരാളം സവിശേഷതകളുള്ള സ്ഥലമാണ് മിന എന്ന് പറയുന്നത്. വിശ്വാസയോഗ്യമായ ചരിത്രരേഖകൾ അനുസരിച്ച് മിനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്ന് ലോകത്തെ
അള്ളാഹുവിന് മുമ്പിലുള്ള സമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും ഏറ്റവും ഉജ്ജ്വലമായ മാതൃക സംഭവിച്ചിട്ടുള്ളത് മിനയിലാണ്. അഥവാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിലിനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ബലിമൽ നൽകാൻ സന്നദ്ധമായി കടന്നു വന്ന ഇടമാണ് മിനയെന്ന് പറയുന്നത്. തന്റെ സമർപ്പണം നിർവഹിക്കുന്നതിന് മുമ്പിൽ വിലങ്ങുതടിയായി വന്നു നിന്ന പിശാചിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കല്ലെറിഞ്ഞോടിച്ചതിന്റെ, അല്ലെങ്കിൽ പിശാചിനുമേൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ വിശ്വാസം കൊണ്ട് ആധിപത്യം നേടിയതിന്റെ പ്രതീകങ്ങളായി ജംറകളുള്ളത് മിനയിലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മകൾ കഴിഞ്ഞാൽ പിന്നീട് മിന ലോകത്തുള്ള മനുഷ്യർക്ക് നൽകുന്ന മറ്റൊരു പാഠം ആ മിനയിലൂടെ കടന്നു പോകുമ്പോൾ ഉള്ള വാദി മുഹസ്സർ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തുമ്പോൾ വേഗത്തിൽ കടന്നുപോയിരുന്നു എന്ന് സീറ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വാദി മുഹസ്സർ കഅബ തകർക്കാൻ വന്ന യമനിലെ രാജാവ് അബ്റഹത്തും അദ്ദേഹത്തിന്റെ ആനപ്പടയും അള്ളാഹുവിന്റെ ശക്തിയാൽ വളരെ നിസ്സാരമായി പിഴുതെറിയപ്പെട്ട, തകർത്ത് തരിപ്പണമാക്കപ്പെട്ടതിന്റെ സ്മരണ ഉയർത്തിവിടുന്ന പ്രദേശമാണ്. ആ പ്രദേശങ്ങളിലാകെ അബ്റഹത്തിന്റെ സൈനികരുടെ ശരീരത്തിന്റെ അവയവങ്ങളും അദ്ദേഹത്തിന്റെ ആനപ്പടയിലെ ആനകളുടെ ശരീരാവശിഷ്ടങ്ങളും ചിന്നിച്ചിതറിക്കിടന്നിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയിൽ നിന്നുള്ള ഒരു ഇടപെടലുമില്ലാതെ പൂർണ്ണമായും അള്ളാഹുവിന്റെ ശിക്ഷ നടപ്പിലായ ഒരു പ്രദേശം എന്നുള്ള നിലക്ക് ആ പ്രദേശത്തുകൂടി കടന്നു പോകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പാട് പ്രകടിപ്പിച്ചിരുന്നു. ആ പ്രദേശത്തു നിന്ന് വളരെ വേഗത്തിൽ അവിടെ തങ്ങാതെ കടന്നുപോകാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്നു എന്നതാണ്. അങ്ങനെയൊക്കെയുള്ള ചരിത്രത്തിലെ വലിയ പാഠങ്ങൾ സ്മരിപ്പിക്കുന്ന, ഓർമ്മിപ്പിക്കുന്ന ഇടമാണ് മിന എന്ന് പറയുന്നത്. ദുൽഹജ്ജ് 8 അന്ന് മിനയിലെത്തുന്ന ഹാജിമാർ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിലേക്ക് പിറ്റേ ദിവസം പ്രവേശിക്കുന്നതിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകളിൽ, മുന്നൊരുക്കങ്ങളിൽ മുഴുകുകയാണ് ചെയ്യുക. മക്കയിൽ നിന്നവർ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതാണ് ഹജ്ജിന്റെ ഒന്നാമത്തെ കർമ്മം. ഹജ്ജിന്റെ ഒന്നാമത്തെ കർമ്മം ഇഹ്റാമാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നൽകുന്ന പാഠങ്ങൾ വളരെ വലുതാണ്. ഇഹ്റാം എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഹറാമാക്കൽ എന്നതാണ്. പവിത്രമാക്കൽ എന്നും അർത്ഥമുള്ള പ്രയോഗമാണ്. ഒരാൾ ഹജ്ജിനുള്ള ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടുകൂടി അള്ളാഹു പവിത്രമാക്കിയതിനെയൊക്കെ, അള്ളാഹു പവിത്രമാക്കിയ ചിഹ്നങ്ങളെയൊക്കെ പവിത്രമാക്കാനും മഹത്വപ്പെടുത്താനും അയാൾ ഒരുങ്ങുകയാണ്. രണ്ടാമതായി അള്ളാഹു ഹറാമാക്കിയതിനെ ഹറാമായി സ്വീകരിക്കാൻ, അത് നിഷിദ്ധമായി കാണാൻ, അത് തൊടുകയില്ല, അത് ചെയ്യുകയില്ല എന്നതിന് ഒരാളെടുക്കുന്ന നീയത്ത് കൂടിയാണ്, തീരുമാനം കൂടിയാണ് ഇഹ്റാം എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മുമ്പിലുള്ള സമർപ്പണത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു രൂപമാണ്. ഹലാല് ഹറാമുകൾ തീരുമാനിക്കാനുള്ള സമ്പൂർണമായ അധികാരം ഇസ്ലാമിന്റെ തൗഹീദി സങ്കല്പം അനുസരിച്ച് അള്ളാഹുവിന് മാത്രമാണുള്ളത് എന്ന യാഥാർത്ഥ്യത്തെ ഒരു ഹാജി തന്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായി ഏറ്റെടുക്കുന്ന ഒരു സന്ദർഭമാണിത്. ഇത്രയും കാലം
എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഹലാല് ഹറാമുകൾക്കപ്പുറത്ത് ഈ നിമിഷം മുതൽ എനിക്ക് സവിശേഷമായി പ്രത്യേകമായി ഏതാനും ദിവസങ്ങളിലേക്ക് മാത്രമായി അള്ളാഹു വിലക്കുന്ന, അള്ളാഹു താൽക്കാലികമായി ഹറാമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ഹറാമുകളെ ഞാനും ഹറാമുകളായി ഏറ്റെടുക്കുകയാണ്. അതിനു മുമ്പിൽ ചോദ്യങ്ങളില്ലാതെ അള്ളാഹ് ഹറാമാക്കിയതുകൊണ്ട് അതെനിക്ക് ഹറാമാകുന്നു എന്നുള്ള മാത്രം ഉദ്ദേശത്തിൽ, മനോഘടനയിൽ ഒരു ഹാജി അതിനെയൊക്കെ സ്വീകരിക്കുകയാണ്. ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ഹറാമാകുന്ന കാര്യങ്ങളിൽ ഏറ്റവും ആദ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത് മുടിമുറിക്കൽ ഹറാമാണ് എന്നതാണ്. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ഇഹ്റാമിൽ നിന്ന് ഒഴിവാകുന്നത് വരെ മുടിമുറിക്കൽ ഹറാമാണ് എന്നതാണ്. മുടി ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. എന്നല്ല, നമ്മൾ പലപ്പോഴും ഒരു വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യുന്നതും അകലെ നിന്ന് അയാളെ അറിയുന്നതും ഒക്കെ പലപ്പോഴും അയാളുടെ ഹെയർ സ്റ്റൈൽ കൊണ്ടാണ്. അതുകൊണ്ടൊരു മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ തന്നെ അടയാളമായ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശരീരഘടനയിൽ അയാൾ പ്രധാനമെന്ന് കരുതുന്ന, അയാൾ ചീകിയും വാരിയും ഇടക്കിടക്ക് സംരക്ഷിച്ചും വെളുത്തുപോയാൽ കറുപ്പിച്ചും ഒക്കെ സംരക്ഷിച്ചു പോരുന്ന ആ മുടി ഒന്നിച്ച് അള്ളാഹ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അയാൾ കൂട്ടിവെക്കുകയാണ്. ആ മുടി തൊടണ്ട എന്ന് പറയുമ്പോൾ അയാൾ തൊടാതിരിക്കുകയാണ്. അങ്ങനെ അയാൾ ഹറാമാക്കുന്ന കാര്യം അതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് അവസാനം അയാൾ ഇഹ്റാമിൽ നിന്ന് ഒഴിവാകുന്നത്. ഇഹ്റാമിൽ നിന്ന് ഒഴിവാകാൻ, ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹറാമാക്കലാണെങ്കിൽ ഈ ഹറാമാക്കിയ സ്വന്തത്തിന് കുറെ കാര്യങ്ങൾ അള്ളാഹ് നിശ്ചയിച്ചത് പ്രകാരം ഹറാമാക്കിയതിനു ശേഷം ഒരാൾ ഹലാലായി പോകുന്നതിന് തഹല്ലുൽ എന്നാണ് പറയുക. തഹല്ലുലാവുക, ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാവുക എന്നാണ് അതിന് പറയുക. തഹല്ലുലാവാനുള്ള മാർഗം മുടി മുറിച്ചു കളയലാണ്, അല്ലെങ്കിൽ മുടി മുണ്ഡനം ചെയ്ത് പാടെ ഒഴിവാക്കലാണ്. അപ്പൊ അള്ളാഹുവിനുള്ള സമ്പൂർണമായ നമ്മുടെ ജീവിതത്തിന്റെ വളരെ പ്രകടമായ നമ്മുടെ ശരീരത്തിന്റെ സ്റ്റൈൽ എന്നൊക്കെ നമ്മൾ പറയുന്നത്, നമ്മുടെ ഫാഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലടക്കം അള്ളാഹുവിന് സമർപ്പിക്കാനും അള്ളാഹുവിന് വണങ്ങാനുമുള്ള ഒരു മുസ്ലിമിന്റെ, ഒരു മുഅ്മിനിന്റെ സന്നദ്ധതയാണ് ഇഹ്റാമിലൂടെ യഥാർത്ഥത്തിൽ പ്രകടമാകുന്നത്. അങ്ങനെ ഇഹ്റാമിൽ പ്രവേശിച്ച് മുന്നോട്ട് പോയതിനു ശേഷം ഹാജി ആദ്യം എത്തുന്ന ഇടമാണ് മിന എന്ന് പറയുന്നത്. മിനയിൽ ദുൽഹജ്ജ് 8-ന് പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നുമില്ല. മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചതുപോലെ യൗമുത് തർവിയ എന്നാണ് ആ ദിവസത്തിന് പേര് പറയുക. തർവിയത്ത് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ വെള്ളം കുടിപ്പിക്കുക എന്നതാണ്. അറഫയിൽ പിറ്റേ ദിവസം നടക്കാനിരിക്കുന്ന ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒട്ടകങ്ങൾക്ക് വെള്ളം കൊടുത്ത് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കി ഹാജി കാത്തു നിൽക്കുന്ന ദിവസമാണ് മിന എന്ന് പറയുന്നത്. ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ ഹാജി നിരന്തരമായി തൽബിയത്തിലാണുള്ളത്. തൽബിയത്തിന്റെ വചനങ്ങൾ നമുക്കറിയാം. തൽബിയത്ത് എന്ന് പറഞ്ഞാൽ ഉത്തരം കൊടുക്കുക എന്നതാണ് അർത്ഥം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിലൂടെ നീ നടത്തിയിട്ടുള്ള വിളംബരത്തിന് ഉത്തരം ചെയ്തുകൊണ്ട് ഞാനിതാ കടന്നു വരുന്നു. നിന്റെ ഏകത്വത്തെ ഊട്ടിയുറപ്പിച്ച് അംഗീകരിച്ചുകൊണ്ട്, നിനക്ക് ഒരു പങ്കുകാരെയും അംഗീകരിച്ചു കൊടുക്കാതിരുന്ന് അതിന് സന്നദ്ധമാവാതെ, നിനക്കൊരു പങ്കുകാരുമില്ല, നിന്റെ അധികാരങ്ങളിൽ നിന്റെ അവകാശങ്ങളിൽ ഒരാളെയും പങ്കുചേർക്കാൻ ഞാൻ ഒരുക്കമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. സകല സ്തുതിയും സകല അനുഗ്രഹങ്ങളും സകല അധികാരങ്ങളും നിനക്ക് മാത്രമുള്ളതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ കടന്നു വരുന്നത്. ഈ തൽബിയത്താണ് ഒരു ഹാജി ഹജ്ജിനുള്ള ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ ദുൽഹജ്ജ് 10-ന്റെ അന്ന് ജംറയിൽ കല്ലെറിയുന്നത് വരെ നിരന്തരമായി സാധ്യമാകുന്നതിന്റെ പരമാവധി ഉച്ചത്തിൽ മുടക്കമില്ലാതെ ചൊല്ലിക്കൊണ്ടിരിക്കണം എന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ജംറയിൽ ആദ്യത്തെ കല്ലെറിയുമ്പോൾ
അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാമത്തെ കല്ലെറിയുക. ജംറയിൽ കല്ലെറിയുന്നത്. ജംറയിൽ ഓരോ കല്ലെറിയുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കല്ലെറുന്നത്. അങ്ങനെ ദുൽഹജ്ജ് 10-ന് 3 ജംറകളിൽ ഒരു ജംറയിൽ മാത്രമാണ് കല്ലെറിയുക. ആ ഒരു ജംറയിൽ ആദ്യത്തെ കല്ലെറിയുന്ന വേളയിൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതോടുകൂടിയാണ് ഹാജി തൽബിയത്ത് നിർത്തുക, തൽബിയത്ത് ചൊല്ലുന്നത് നിർത്തുക. അവിടുന്ന് അങ്ങോട്ട് പിന്നീട് അയാൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീർ ചൊല്ലുകയാണ്. പെരുന്നാളിന്റെ തക്ബീറിലേക്ക് ഹാജി മാറുകയാണ് ചെയ്യുക. ഈ തൽബിയത്തിനും ഈ തക്ബീറുകൾക്കും ഹജ്ജിന്റെ മൊത്തം ദിവസങ്ങളിൽ ദുൽഹജ്ജ് 8 മുതൽ ദുൽഹജ്ജ് 13 വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ തൽബിയത്തും തക്ബീറും നിരന്തരമായി ഉണ്ടാവുകയും അതിനിടയ്ക്ക് അതിന് മുടക്കം വരുന്നത് മറ്റ് ദിക്റുകളിലേക്കും പ്രാർത്ഥനകളിലേക്കും കർമ്മങ്ങളിലേക്കും ഒരു ഹാജി മുഴുകുമ്പോൾ മാത്രമാണ്. അതല്ലാത്ത സമയങ്ങളിലൊക്കെയും തൽബിയത്തും തക്ബീറും നിറഞ്ഞതാണ് ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഒരു ഹാജിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ദുൽഹജ്ജ് 8-ന് ശേഷം ദുൽഹജ്ജ് 9 ആണ് അറഫാ ദിവസം, അറഫാ ദിനം എന്ന് പറയുന്നത്. അന്നാണ് ഹജ്ജിന്റെ ഒഴിച്ചുകൂടാനാവാത്ത കർമ്മത്തിലേക്ക് ഹാജി പ്രവേശിക്കുന്നത്. അറഫയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അറഫയുടെ ഒന്നാമത്തെ പ്രത്യേകത ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം നടക്കുന്നത് അല്ലാഹു പവിത്രമാക്കിയ മക്കയിലെ ഹറം പ്രദേശത്തിന്റെ അതിർത്തിക്കുള്ളിലാണ് നടക്കുന്നത് എന്നതാണ്. ഹറമിനകത്തുള്ള പ്രദേശങ്ങളിലാണ് ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും നടക്കുന്നത്. പക്ഷേ ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ നിർബന്ധ റുക്നായ ഫർളാക്കപ്പെട്ട കർമ്മം നിർവഹിക്കാൻ ഹാജിമാർ എത്തുന്ന സ്ഥലം അറഫയാണ്. അറഫ ഹറമിന്റെ അതിർത്തിക്ക് പുറത്തുള്ള പ്രദേശമാണ്. ഹറമിന്റെ അതിർത്തി കടന്നുള്ള പ്രദേശമാണ് അറഫ എന്ന് പറയുന്നത്. അത് നൽകുന്ന സന്ദേശങ്ങൾ പണ്ഡിതന്മാർ ധാരാളമായി വിവരിച്ചിട്ടുണ്ട്. മക്കക്കാർക്ക് പ്രത്യേകിച്ചും ഖുറൈശികൾക്കൊരു തിട്ടൂരമുണ്ടായിരുന്നു. ഞങ്ങൾ ഹറമിന്റെ ആളുകളാണ്, ഞങ്ങൾ ഹറമിന്റെ സംരക്ഷകരാണ്. അതുകൊണ്ട് ഞങ്ങൾ മറ്റു ജനങ്ങളെ പോലെയല്ല, ഞങ്ങൾ അതിന്റെ പേരിൽ പ്രത്യേകം പ്രിവിലേജ് ഉള്ള ആളുകളാണ്. ഹറം വിട്ടുള്ള ഒരു കളിക്കും ഞങ്ങളില്ല എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു അതിനെ തിരുത്തി. എല്ലാ ജനങ്ങളും എവിടെ നിന്നാണോ ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്നത് അവിടങ്ങളിലൂടെ തന്നെ നിങ്ങളും കടന്നു പോകണം. ഹറമിന്റെ പരിധി വിട്ടുള്ള കളിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ അമ്മാതിരി ദുരഭിമാന ബോധം അല്ലാഹു വകവെച്ചു തരുന്നില്ല. അല്ല പറഞ്ഞാൽ ഹറമിനകത്ത്, അല്ല പറഞ്ഞാൽ ഹറമിനകത്ത് നിൽക്കുന്നതിനേക്കാൾ ഇപ്പോൾ പ്രധാനം ഹറമിന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കലാണെന്ന് അല്ല നിശ്ചയിക്കുമ്പോ അങ്ങനെ ഇറങ്ങി നിന്ന് അവിടെ ഒരു ദിവസം മുഴുവൻ അല്ലാഹുവിനുള്ള ദിക്റുകളിൽ പ്രാർത്ഥനകളിൽ മുഴുകാൻ ഒരു വിശ്വാസിക്ക് കഴിയണം. അതിനെ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ അല്ലാഹു പവിത്രമാക്കിയ മണ്ണിന് പവിത്രതയുണ്ടാകുന്നത് ആ മണ്ണിനെ അല്ലാഹു പവിത്രമാക്കി എന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് ആ മണ്ണിനെ മാത്രം ആദരിക്കാനും പവിത്രമാക്കാനുമേ കഴിയുന്നുള്ളൂ. ആ പവിത്രത നൽകിയ അല്ലാഹുവിനെ അനുസരിക്കാനും അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ സമർപ്പിക്കാനും നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ തൗഹീദ് അംഗീകരിക്കുന്നില്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകിയിട്ടുള്ളത്. അറഫയിൽ ഒരു ദിനം ചെലവഴിക്കുന്ന ഹാജിമാർ പിന്നീട് അവിടെ നിന്ന് മഗ്രിബോടുകൂടിയാണ് പോരുന്നത്. അതിന്റെ വിശദാംശങ്ങൾ വേറെണ്ട്, അത് വിവരിക്കൽ നമ്മുടെ ഉദ്ദേശമല്ല. മഗ്രിബിന് ശേഷം മാത്രം ഹാജിമാർ അറഫ വിടും എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം പകലും കുറച്ചു സമയവും രാത്രിയിലെ കുറച്ചു സമയവും നിർബന്ധമായും ഒരു ദിനം മുഴുവനായി എന്നുള്ള നിലക്ക് അറഫയിൽ ചെലവഴിക്കപ്പെടണം എന്നതാണ്. അവിടെ നിന്ന് ഹാജിമാർ മുസ്ദലിഫയിലൂടെ വീണ്ടും മിനയിലേക്ക് വരികയാണ്. രാപ്പാർക്കുന്നത് ദുൽഹജ്ജ് 9-ന്റെ അന്ന് രാത്രിയിൽ രാപ്പാർക്കുന്നത് മുസ്ദലിഫയിൽ വെച്ചാണ്. അവിടെയൊക്കെ നമസ്കാരങ്ങൾക്കൊക്കെ പ്രത്യേകമായ ക്രമങ്ങൾ ഹജ്ജിന്റെ ഭാഗമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷ്കർഷിച്ചിട്ടുണ്ട്. മുസ്ദലിഫ വഴി മുസ്ദലിഫയിൽ നിന്ന് ഹാജി കടന്നു വരുന്നത് മിനയിലേക്കാണ്. അങ്ങനെ വരുമ്പോൾ ആ ഹാജിയുടെ മനസ്സിൽ ഉള്ള ഒന്നാമത്തെ കാര്യം ജംറയിലുള്ള കല്ലേറാണ്.
അറഫയിൽ നിന്ന് കിട്ടിയ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ മുസ്ദലിഫയിലൂടെ കടന്നു വന്ന് അവിടെ നിന്ന് തന്റെ ജീവിതത്തെ വഴിതെറ്റിക്കുന്ന തന്റെ ശത്രുവായ ചെകുത്താനെ തിരിച്ചറിഞ്ഞ് ചെകുത്താനെ കല്ലെറിയുക എന്ന് പറയുന്ന ഒരു പ്രതീകം മാത്രമാണ്. തന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തന്നെ വഴിതെറ്റിക്കുന്ന സകല ശക്തികളെയും അവർക്ക് മേൽ ആധിപത്യം നേടാനുള്ള ഇച്ഛാശക്തി കരസ്ഥമാക്കുക എന്നതാണ് മുസ്ദലിഫയിൽ നിന്നൊരു ഹാജിക്ക് സംഭവിക്കുന്നത്. അയാൾ കല്ലുകൾ പെറുക്കുന്നത് അവിടെ നിന്നാണ്, മുസ്ദലിഫയിൽ നിന്നാണ്. പിറ്റേ ദിവസം മിനയിൽ ഒന്നാമത്തെ ജംറയിൽ, ആദ്യത്തെ ജംറയിൽ, ഏറ്റവും വലിയ ജംറയിൽ, ജംറത്തുൽ അഖബ ക്രമമനുസരിച്ച് മൂന്നാമത്തെ ജംറയിൽ എറിയാനുള്ള 7 കല്ലുകൾ അയാൾ മുസ്ദലിഫയിൽ നിന്ന് പെറുക്കിയെടുത്തു വന്ന് മിനയിലെത്തി ജംറകളിൽ കല്ലെറിയുകയാണ് ചെയ്യുന്നത്. പിന്നീട് അയാൾ മുടി മുറിച്ച് തഹല്ലുലാവുകയും അതിനിടക്ക് അയാൾ ഏൽപ്പിച്ചത് പ്രകാരം ബലികർമ്മം നടക്കുകയും. ദുൽഹജ്ജ് 10 ദിവസത്തിന്റെ പ്രത്യേകത തന്നെ ബലി ദിവസം ആണ് അത് എന്നതാണ്. യൗമുൻ നഹറാണ്. ദുൽഹജ്ജ് 8 യൗമു തർവിയാണ്, ദുൽഹജ്ജ് 9 യൗമു അറഫയാണ്, ദുൽഹജ്ജ് 10 ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം യൗമുൻ നഹറാണ്, ബലിയുടെ ദിനമാണ്. ആ ബലികർമ്മം നടക്കും. പിന്നീട് ഹജ്ജിന്റെ അനിവാര്യ ഭാഗമായ റുക്നുകളിൽപ്പെട്ട തവാഫ്, സഅയ് ഇതൊക്കെ ഒരു ഹാജി നിർവഹിക്കും. തവാഫ് എന്ന് പറഞ്ഞാൽ കഅബക്ക് ചുറ്റലാണ്. കഅബക്ക് ചുറ്റൽ ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ചുറ്റിപ്പറ്റി നിൽക്കേണ്ടതിന്റെ അനിവാര്യത ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. പരമാവധി കഅബയോടടുത്ത് ആണ് തവാഫ് നിർവഹിക്കേണ്ടത്. തിരക്കാണ്, ആളുകളെ തൊട്ടുരുമാനൊന്നും എനിക്ക് വയ്യ, ഞാനതൊന്നും ശീലിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അകന്ന് തവാഫ് ചെയ്യാൻ അനുവാദമില്ല. അതേസമയത്ത് തിക്കിത്തിരക്ക് ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കാനും പാടില്ല. വലിയ അലമ്പുണ്ടാക്കാതെ തള്ളലും തിക്കലും ഒന്നും ഇല്ലാതെ സാധ്യമാകുന്നതിന്റെ പരമാവധി അളവിൽ കഅബയോട് പരമാവധി അടുത്ത് തവാഫ് നിർവഹിക്കണം എന്നാണ് നിയമം. അപ്പൊ ആ തവാഫ് എന്ന് പറയുന്നത് അള്ളാഹുവിനോട് ചുറ്റിപ്പറ്റി നിൽക്കുക. അള്ളാഹുവിനോട് ചുറ്റിപ്പറ്റി നിൽക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ബൈത്തുല്ലാഹിൽ ഹറാം, അള്ളാഹു പവിത്രമാക്കിയ അള്ളാഹുവിന്റെ ഭവനത്തോട് ചുറ്റിപ്പറ്റി നിൽക്കുക എന്നതാണ് അവിടെ സംഭവിക്കുന്നത്. അവിടം കഴിഞ്ഞാൽ പിന്നീട് ഹാജി സംസം ആസ്വദിച്ച് സഅയിലേക്കാണ് പ്രവേശിക്കുക. സഫാ മർവകൾക്കിടയിലുള്ള സഅയിലേക്കാണ് പ്രവേശിക്കുക. സഅയ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അധ്വാനം, പരിശ്രമം എന്നൊക്കെ അർത്ഥമുള്ള പ്രയോഗമാണ്. ആ സഅയ് ഹജ്ജിലെ സവിശേഷമായ കർമ്മമാണ്, നിർബന്ധമായും നിർവഹിക്കേണ്ടുന്ന കർമ്മമാണ് അത് എന്ന് പറയുന്നത്. ആ സഅയിന് യഥാർത്ഥത്തിൽ നേർക്കുനേരെ പ്രകടമായി ബന്ധമുള്ളത് മനുഷ്യനോടാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ ഹാജർ എന്ന് പറയുന്ന മഹദിയായ ഒരു വനിതയോടാണ് ആ സഅയിന് ആത്മബന്ധമുള്ളത്. ഹാജർ നടത്തിയ സഅയ്, ഹാജർ നടത്തിയ അധ്വാന പരിശ്രമം, അതിനെ ലോകാവസാനം വരെയുള്ള സകല വിശ്വാസികളെ കൊണ്ടും അള്ളാഹു ഏറ്റെടുപ്പിക്കുകയാണ്. ആ സഅയിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, സഅയ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള അധ്വാനം, പരിശ്രമം എന്നൊക്കെ പറയുന്നത് എല്ലായ്പ്പോഴും അത് ഒരേ സമയം ഖൽബിന്റെയും അയാളുടെ ശരീരത്തിന്റെ ബാഹ്യമായ അവയവങ്ങളുടെയും പണിയാണ് സഅയ് എന്ന് പറയുന്നത്. സഅയ് ആദ്യം സംഭവിക്കേണ്ടത് മനസ്സിന്റെ സഅയാണ്, മനസ്സിന്റെ പരിശ്രമവും അധ്വാനവുമാണ് ആദ്യം സംഭവിക്കേണ്ടത്. ഹാജറിന് എങ്ങനെ മകൻ വെള്ളം കിട്ടാതെ, ഭക്ഷണമില്ലാതെ വിശന്ന് വലയുന്ന നേരത്ത് മകന് വേണ്ടി ആ ഓട്ടമോടാൻ, ആ അന്വേഷണം നടത്താൻ, ആ പരിശ്രമം നടത്താൻ മഹദി ഹാജറിന് സാധ്യമായി എന്ന ചോദ്യത്തിന്റെ മറുപടി അവരാദ്യമേ മനസ്സുകൊണ്ട്, ജീവിത ഉപാധികളൊന്നുമില്ലാത്ത ഒരു പ്രദേശത്ത് ഭർത്താവ് തന്നെയും കൈക്കുഞ്ഞിനെയും ഇട്ടെറിഞ്ഞു പോകുമ്പോൾ അതിനെ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ അവർ സന്നദ്ധമായി എന്നതാണ്. ആ മനസ്സുകൊണ്ടുള്ള ഒരു സ്വീകാര്യത, അള്ളാഹു തങ്ങളെ കൈവടിയുകയില്ല എന്ന ഈമാനികമായ ഒരു ഒരുക്കം, ഒരു സഅയ് നടത്തിയില്ലായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ സഅയിന് കൈകാലുകൾ കൊണ്ട്, ശരീരം കൊണ്ട് ഹാജറിന് കഴിയുമായിരുന്നില്ല.
യഥാർത്ഥത്തിൽ. അപ്പോ സഅയ് മുഴുവൻ വിശ്വാസികളെ കൊണ്ട് അള്ളാഹു ഏറ്റെടുപ്പിക്കുന്നതാണ്. മനുഷ്യരുടെ ജീവിതത്തിന്റെ ഒരു മർമ്മമാണെന്ന് അവർ നടത്തുന്ന പരിശ്രമങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യർക്ക് അവർ എന്താണോ പരിശ്രമിച്ച് നേടിയത് അതല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ നമ്മുടെ പരിശ്രമങ്ങളിലൂടെ എന്തൊക്കെ നേടിയെടുക്കുന്നുവോ, എന്തൊക്കെ നന്മകൾ നേടിയെടുക്കുന്നുവോ, അത് മാത്രമാണ് അവസാനം നമുക്കുണ്ടാവുക എന്നതാണ് ജീവിതത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ പാഠം. പക്ഷേ ആ സഅയിന്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് ഒന്ന് അസ്സഅയു ബിൽ ഖൽബ് എന്ന് പറഞ്ഞാൽ, ഹൃദയം കൊണ്ടുള്ള സഅയ് എന്ന് പറഞ്ഞാൽ ഹുവ ബിൽ അമൽ, അത് പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ അല്ലാഹുവിലാണ് ഉണ്ടാകേണ്ടത്. അപ്പൊ അല്ലാഹുവിൽ പ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയുക മനസ്സിന് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും, ഏത് അനുകൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും, പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അല്ലാഹുവിൽ പ്രതീക്ഷ പുലർത്താൻ കഴിയുക. ഹാജറിനെ പോലെ അല്ലാഹു തന്നെ കൈവടിയുകയില്ല എന്ന പ്രതീക്ഷ പുലർത്താൻ കഴിയുക. അതെന്തുകൊണ്ടാണ് കഴിയുന്നത് എന്ന് ചോദിച്ചാൽ അത് അല്ലാഹുവിലുള്ള വിശ്വാസം കൊണ്ടാണ്. അല്ലാഹു കൈവടിയില്ല പ്രതീക്ഷ അർപ്പിച്ചാൽ. അല്ലാഹുവിന് സഹായിക്കാൻ കഴിയാതെ പോവുകയില്ല, അവന് എല്ലാറ്റിനും കഴിവുള്ളതുകൊണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ പരമമായി എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഈമാനിന്റെ അനിവാര്യമായ തട്ടമാണ്. അതുകൊണ്ട് മാത്രം കാര്യമില്ല. സ്വാഭാവികമായും അതിന്റെ അനന്തരഫലം എന്നുള്ള നിലക്ക് അസ്സഅയു ബിൽ ജവാരിഹ്, ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് നമ്മൾ അധ്വാനിക്കേണ്ടത്, നമ്മൾ എടുക്കേണ്ടുന്ന പണി, അതാണ് അസ്സഅയു ബിൽ അമൽ എന്ന് പറയും. ആദ്യത്തത് അമലാണ്. അറബി ഭാഷയിൽ അമൽ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയെന്നും, അമൽ ബിൽ ഐൻ കൊണ്ട് അമൽ എന്ന് പറഞ്ഞാൽ കർമ്മം എന്നുമാണ് അർത്ഥം. അപ്പോ മനസ്സുകൊണ്ടുണ്ടാകേണ്ടുന്ന സഅയാണ് അമൽ അഥവാ അല്ലാഹുവിലുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് മാത്രം സഅയ് പൂർത്തിയാവുകയില്ല. സഅയ് പൂർത്തിയാവുക ശരീരം വെച്ചുകൊണ്ടുള്ള അമലാകുന്ന സഅയ് കൂടി നടത്തണം. ആ അമലുകളിൽ മുഴുകുക എന്ന് പറയുന്നത്. ഇതിലൂടെയൊക്കെ കടന്നു വന്നാണ് ഹാജി ഒടുവിൽ മിനയിൽ 3 ദിവസങ്ങൾ രാപ്പാർത്തതിനു ശേഷം ജംറകളിൽ കല്ലെറിഞ്ഞ്, ആവർത്തിച്ച് കല്ലുകൾ എറിഞ്ഞ് തന്നെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള, തന്റെ ജീവിതത്തെ നശിപ്പിക്കാൻ തന്റെ പിന്നാലെ കൂടുന്ന പിശാചിനെ കീഴ്പ്പെടുത്താനുള്ള ഇച്ഛാശക്തി തനിക്കുണ്ട്, അതിനുള്ള തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ച് 3 ജംറകളിൽ തുടർച്ചയായി കല്ലുകൾ എറിഞ്ഞതിന് ശേഷമാണ് ഒരു ഹാജി ഹജ്ജിന്റെ കർമ്മങ്ങളിൽ നിന്ന് വിരമിച്ച് തിരിച്ചു പോരുന്നത്. അങ്ങനെ തിരിച്ചു പോരുന്നവർ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന പ്രാർത്ഥനയിലേക്കും ആ പ്രാർത്ഥന താൽപര്യപ്പെടുന്ന ജീവിത നിലപാടിലേക്കും എത്തിച്ചേരുമെന്നാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയതിനു ശേഷം അതിന്റെ ഏറ്റവും ഒടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ യഥാർത്ഥത്തിൽ ഹാജിമാർ ഹജ്ജിൽ നിന്ന് വിരമിച്ച് എത്തിച്ചേരുന്ന നിലപാടിനെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ജനങ്ങളുടെ കൂട്ടത്തിൽ ദുനിയാവ് മാത്രം ചോദിക്കുന്നവരുണ്ടാകും, അവർക്ക് ആഖിറത്തിൽ ഒരു വിഹിതവും ലഭിക്കുകയില്ല. അതേസമയത്ത് ഹാജിമാരുടെ കൂട്ടത്തിൽ അല്ലാഹുവോട് അല്ലാഹുവേ ദുനിയാവിൽ നല്ലത് തരണേ എന്നതോടൊപ്പം ആഖിറത്തിലും നല്ലത് തരണേ, നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമുള്ള യാഥാർത്ഥ്യബോധത്തിലേക്ക് ഒരു ഹാജി എത്തുന്ന കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഹാജിയുടെ കൂടെ ഈ ദിവസങ്ങളിൽ സഞ്ചരിക്കാൻ നമുക്കുമാവണം, നമുക്കും സമാനമായ സ്വഭാവത്തിൽ സഞ്ചരിക്കാനാണ്. നമുക്കൊരു ഇഹ്റാമിൽ പ്രവേശിക്കാൻ പറ്റണം. നമുക്ക് പക്ഷേ സാധാരണഗതിയിൽ വിലക്കപ്പെട്ട ഹറാമുകളല്ലാത്ത ഒരു ഹറാമുകളിലേക്കും നമുക്ക് പ്രവേശിക്കേണ്ടതില്ല. ഈ ദിവസങ്ങളിൽ അല്ലാഹു ഹറാമാക്കിയതിലേക്ക് ഒന്നും ജീവിതം കടന്നു പോകാതിരിക്കാനുള്ള ഒരു പ്രത്യേക ശ്രദ്ധ നമുക്കുണ്ടാകണം. ഹാജി തവാഫ് ചെയ്യുന്നതിന് പകരം കഅബക്ക് ചുറ്റും ചുറ്റിക്കറങ്ങുന്നത് പോലെ ഭൂമിയിൽ ഉള്ള അല്ലാഹുവിന്റെ മറ്റു ഭവനങ്ങളാണ് എല്ലാ പള്ളികളും.
അത് ഹറാമായ അള്ളാഹു പ്രത്യേകം പവിത്രമാക്കിയ ഭവനമാണ് കഅബയെങ്കിൽ ലോകത്തുള്ള എല്ലാ പള്ളികളും അള്ളാഹുവിന്റെ ഭവനങ്ങളാണ്. അള്ളാഹിന്റെ പള്ളിയുമായിട്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റി കഴിയാൻ ഈ ദുൽഹജ്ജിലെ ദിവസങ്ങളിൽ നമുക്ക് സാധ്യമാവണം. ഹാജിമാർ അറഫയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ആ സ്മരണ നിലനിർത്തിക്കൊണ്ട് അറഫ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് നോമ്പ് നോൽക്കാൻ പറ്റണം. അറഫാ ദിനത്തിലെ നോമ്പ് കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പുറത്തു തരാൻ കാരണമാകുന്ന കർമ്മമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായി ഹാജി നടത്തുന്ന സഅയിനെ നമ്മുടെ ഒരു ജീവിത പാഠമായി സ്വീകരിക്കാൻ നമുക്ക് സാധ്യമാവണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.